നമ്മൾ നമ്മളെ തന്നെ ആധുനിക മനുഷ്യരെന്ന് വിളിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. കാരണം നമ്മൾ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ പടുത്തു, യന്ത്രങ്ങളെ ചിന്തിക്കാൻ പഠിപ്പിച്ചു, ആറ്റം പിളർന്നു, ബഹിരാകാശത്തേക്ക് പേടകങ്ങൾ അയച്ചു. ഇതൊക്കെ നമ്മളുടെ പുരോഗതിയുടെ തെളിവാണെന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷേ ഈ കോൺസ്പിറസി തിയറികളിലൊക്കെ പറയുന്നത് പോലെ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് വിചാരിക്കുക. അവർ നമ്മളെ ദൂരത്ത് നിന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ അവർ എന്തായിരിക്കും കാണുക? അവർ നമ്മളുടെ സാറ്റലൈറ്റുകളും മിന്നിത്തിളങ്ങുന്ന നഗരങ്ങളും AI മോഡലുകളും ഒക്കെ കണ്ടേക്കാം. പക്ഷേ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ അവർ കാണുന്നത് മറ്റൊന്നായി. നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ കെൽപ്പുള്ള, എന്നാൽ സ്വന്തം അത്യാഗ്രഹത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വർഗത്തെ, ആറ്റം ബോംബുകൾ പണിയാൻ ബുദ്ധിയുള്ള, എന്നാൽ ഇന്നും പ്രാകൃത മനുഷ്യന്റെ അതേ വികാരങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തെ, കൊടികളുടെയും മതത്തിന്റെയും പേരിൽ ഇന്നും പരസ്പരം കടിച്ചു കീറുന്ന ഒരു കൂട്ടം ആദിമ മനുഷ്യരെ. അവർ നമ്മളെ എന്ത് പേര് വിളിച്ചാലും അതിൽ ആധുനികർ എന്ന വാക്കുണ്ടാവില്ല. കാരണം ഒരു സംസ്കാരം പുരോഗതി പ്രാപിക്കുന്നത് അവർ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ കൊണ്ടാണ്. പകരം ആ ആയുധങ്ങൾ തങ്ങൾക്ക് തന്നെ വിനയാകാത്ത രീതിയിൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവർക്ക് എത്രത്തോളം കഴിയുന്നു എന്നതിലാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ മനുഷ്യനെന്നും ഒരു ആദിമവർഗം തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും പിന്നിലേക്ക് പോയ ഒരു കൂട്ടം. 1964 നിക്കോളായ് കാർഡിഷേവ് എന്ന സോവിയറ്റ് ശാസ്ത്രജ്ഞൻ ഒരു നാഗരികതയുടെ വളർച്ച അളക്കാൻ വളരെ ലളിതമായ ഒരു വഴി കണ്ടുപിടിച്ചു. അവരുടെ രാഷ്ട്രീയമല്ല, കലയല്ല, അവരെക്കുറിച്ച് തന്നെ പറയുന്ന അവകാശവാദങ്ങളൊന്നുമല്ല അളവുകോൽ, മറിച്ച് ഊർജം, എനർജി. ഒരു സിവിലൈസേഷന് എത്രത്തോളം ഊർജത്തെ വരുതിയിലാക്കാം, നിയന്ത്രിക്കാം, അതാണ് യഥാർത്ഥ സ്കെയിൽ. ടൈപ്പ് 1 ഈ ഭൂമിയിലെ മുഴുവൻ എനർജിയും നിയന്ത്രിക്കാൻ കഴിയുന്നവർ. ടൈപ്പ് 2 സ്വന്തം നക്ഷത്രത്തിന്റെ, അതായത് സൂര്യന്റെ ഊർജം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കുന്നവർ. ടൈപ്പ് 3 സ്വന്തം ഗാലക്സിയുടെ തന്നെ ഊർജത്തെ ഉപയോഗിക്കുന്നവർ. എന്നിട്ട് മനുഷ്യന്റെ സ്ഥാനം എവിടെയാണെന്ന് അറിയാമോ? നമ്മൾ ഇന്നും ടൈപ്പ് 1 പോലും ആയിട്ടില്ല, അതിനടുത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല. ഇത്രയൊക്കെ ബുദ്ധിയുണ്ടെന്ന് അഹങ്കരിക്കുമ്പോഴും നമുക്കിന്നും നമ്മളുടെ ഈ ലോകത്തിന്റെ മേൽ ഒരു നിയന്ത്രണവുമില്ല. തീർന്നു പോകുന്ന ഇന്ധനങ്ങളെ നമ്മൾ ഇന്നും ആശ്രയിക്കുന്നു. നമ്മളെ ജീവനോടെ നിലനിർത്തുന്ന പ്രകൃതിയെ നമ്മൾ തന്നെ വിഷലിപ്തമാക്കുന്നു. ഒരു പകർച്ചവ്യാധിക്കോ ഒരു വലിയ ക്ഷാമത്തിനോ തകർത്തെറിയാൻ പറ്റുന്ന അത്രയും ദുർബലമാണ് ഇന്നും നമ്മളുടെ സിസ്റ്റം. ഒരു വലിയ ഉൽക്ക വീണാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മളുടെ ഈ അഹങ്കാരം. നൂറ്റാണ്ടുകളുടെ പുരോഗതിയെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ ശേഷിയുള്ള യുദ്ധങ്ങൾ ഇന്നും നമ്മളുടെ ഇടയിലുണ്ട്. ഇതാണ് യഥാർത്ഥ നാണക്കേട്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ചെറുതാണ് എന്നതല്ല പ്രശ്നം, മറിച്ച് നമ്മൾ ജനിച്ചു വീണ ഈ ഒരൊറ്റ ഗ്രഹത്തിന്റെ മേൽ പോലും നമുക്കിന്നും ആധിപത്യമില്ല എന്നതാണ്. നക്ഷത്രങ്ങളെ സ്വപ്നം കാണാൻ നമുക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ ഒരൊറ്റ സിവിലൈസേഷനായി ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് ഇന്നും കഴിയുന്നില്ല. വർത്തമാനകാലത്തെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഭാവിയെ നശിപ്പിക്കുകയാണ് നമ്മൾ. ഇതിനെ പക്വത എന്ന് വിളിക്കാൻ പറ്റില്ല, ഇതൊരു തരം ബാലിശതയാണ്. ന്യൂക്ലിയർ ബോംബുകൾ കയ്യിലുള്ള ഒരു നാഗരികതയുടെ ബാലിശത. നമ്മുടെ യഥാർത്ഥ പ്രശ്നം സാങ്കേതിക വിദ്യയുടെ കുറവല്ല, മറിച്ച് നമ്മളുടെ മനസ്സിന്റെ പക്വതയില്ലായ്മയാണ്. മനുഷ്യന്റെ വിവേകം ഇന്നും അവന്റെ ആയുധങ്ങൾക്കൊപ്പം വളർന്നിട്ടില്ല എന്നതാണ് സത്യം. നമ്മൾ ഇന്നും ചിന്തിക്കുന്നത് ആ പഴയ ഗോത്ര മനുഷ്യനെ പോലെയാണ്. പെട്ടെന്നുള്ള ലാഭം നോക്കുന്നു, സ്വന്തം ഗ്രൂപ്പിനെ മാത്രം സ്നേഹിക്കുന്നു, പദവികൾക്ക് പിന്നാലെ ഓടുന്നു, വികാരങ്ങൾക്ക് അടിമപ്പെടുന്നു, പേടിക്ക് മുന്നിൽ പെട്ടെന്ന് കീഴടങ്ങുന്നു. ലോകത്തെ ഇന്നും നമ്മളെന്നും അവരെന്നും രണ്ടായി വിഭജിക്കുന്നു. കയ്യിൽ വെറും അമ്പും വില്ലും മാത്രമുണ്ടായിരുന്ന കാലത്ത് ഒരുപക്ഷെ ഈ സ്വഭാവങ്ങൾ നമ്മളെ അതിജീവിക്കാൻ സഹായിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇതേ മനസ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും ന്യൂക്ലിയർ സിസ്റ്റത്തിനും ആഗോള വ്യവസായങ്ങൾക്ക് മുകളിലിരിക്കുന്നത് ആത്മഹത്യാപരമാണ്. നമുക്ക് ശക്തിയുണ്ട്, പക്ഷേ അത് നിയന്ത്രിക്കാനുള്ള വിവേകമില്ല. ബുദ്ധിയുണ്ട്, പക്ഷേ പക്വതയില്ല. ഇതിനെയാണ് പ്രാകൃതമെന്ന് വിളിക്കേണ്ടത്. നമ്മൾ വിഡ്ഢികളായതുകൊണ്ടല്ല, മറിച്ച് നമ്മളുടെ ഉള്ളിലെ ആ പഴയ വികാരങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ഒരു സിസ്റ്റം ഇന്നും നമുക്കില്ലാത്തത് കൊണ്ടാണ്. സത്യത്തെക്കാൾ കൂടുതൽ നമ്മൾ ഇന്നും നമ്മുടെ ഗ്രൂപ്പിനെ വിശ്വസിക്കുന്നു. തെളിവുകളേക്കാൾ കൂടുതൽ നമ്മൾ നമ്മളുടെ ആശയങ്ങളെ സ്നേഹിക്കുന്നു. ഭാവിയേക്കാൾ കൂടുതൽ
ഇന്നത്തെ ലാഭത്തിന് വില നൽകുന്നു. വിവേകത്തെക്കാൾ വേഗത്തിൽ ഇന്നും നമ്മൾ വിദ്വേഷം പടർത്തുന്നു. യന്ത്രങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ പഠിച്ചു, പക്ഷേ ആ യന്ത്രങ്ങൾ നമ്മുടെ കയ്യിലിരുന്നാൽ അപകടമാണെന്ന് തിരിച്ചറിയാനുള്ള ആത്മനിയന്ത്രണം നമ്മൾ ഇന്നും പഠിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു വർഗം സംസ്കാരമുള്ളവരാകുന്നത് അവർക്ക് അറിവുള്ളതുകൊണ്ടല്ല, പകരം ലാഭകരമോ ജനപ്രിയമോ ആണെങ്കിൽ പോലും ഉള്ളിലെ ആ പഴയ മൃഗത്തെ തളയ്ക്കാൻ അവർക്ക് എപ്പോൾ കഴിയുന്നു അപ്പോഴാണ് അവർ സംസ്കാരമുള്ളവരാകുന്നത്. നമ്മൾ ഇന്നും അവിടെ എത്തിയിട്ടില്ല. നമ്മൾ പുരോഗതി എന്ന് വിളിക്കുന്നത് വെറും വേഗതയാണ്. അറിവെന്ന് വിളിക്കുന്നത് വെറും വിവരങ്ങളാണ്. ഉത്തരവാദിത്തമില്ലാത്ത വെറും അധികാരത്തെയാണ്. നമ്മൾ വെറും കുട്ടികളാണ്, ഭൂമിയുടെ നിയന്ത്രണങ്ങൾ കയ്യിലുള്ള വെറും കുട്ടികൾ. ഈ അവസ്ഥയിൽ കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ പ്രപഞ്ചം നമ്മളെ അനുവദിച്ചെന്ന് വരില്ല. ഏലിയൻസ് എന്തുകൊണ്ടാണ് നമ്മളെ ഇതുവരെ ബന്ധപ്പെടാത്തത് എന്നതിനെക്കുറിച്ച് പല നിഗമനങ്ങളുണ്ട്. അതിലൊന്നാണ് ഗ്രേറ്റ് ഫിൽട്ടർ. മറ്റൊരു ഗ്രഹത്തിലേക്ക് പടരുന്നതിന് മുൻപ് ഏതൊരു സിവിലൈസേഷനെയും തടഞ്ഞു നിർത്തുന്ന വലിയൊരു മതിൽ, അതാണ് ഗ്രേറ്റ് ഫിൽട്ടർ. അതൊരു പക്ഷേ ന്യൂക്ലിയർ യുദ്ധമാകാം, കാലാവസ്ഥാ വ്യതിയാനമാകാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആകാം. പക്ഷെ യഥാർത്ഥ ഫിൽട്ടർ ഇതിനേക്കാളൊക്കെ ലളിതമാണ്. കയ്യിലുള്ള ആയുധങ്ങൾ തങ്ങൾക്ക് തന്നെ വിനയാകുന്നതിന് മുൻപ് സ്വന്തം ഉള്ളിലെ ആ പ്രാകൃത സ്വഭാവങ്ങളെ അതിജീവിക്കാൻ ആ വർഗത്തിന് കഴിയുമോ? അതാണ് ചോദ്യം. കാരണം ബുദ്ധി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഒരു വർഗത്തിന് നല്ല ബുദ്ധി ഉണ്ടാകാം, അതേസമയം തന്നെ അവർ സ്വയം നശിപ്പിക്കുന്നവരുമാകാം. അവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താം, പക്ഷേ അവർ ഇന്നും പഴയ ഗോത്ര മനുഷ്യരെ പോലെ ചിന്തിക്കുന്നവരായിരിക്കാം. ഒരു നാഗരികതയുടെ യഥാർത്ഥ പരീക്ഷണം അവർ എന്ത് കണ്ടുപിടിക്കുന്നു എന്നതല്ല, പകരം അവർക്ക് എത്രത്തോളം പക്വതയുണ്ട് എന്നതിലാണ്. സ്വന്തം ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? അധികാരത്തെ അടിച്ചമർത്താനുള്ള ആയുധമായി മാറ്റാതിരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? തൻ്റെ ഗോത്രത്തിനപ്പുറം, തൻ്റെ സ്വാർത്ഥതയ്ക്കപ്പുറം ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? മനുഷ്യൻ പരാജയപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ ദുർബലരായതുകൊണ്ടാവില്ല, മറിച്ച് നമ്മളുടെ ശക്തി കൈകാര്യം ചെയ്യാനുള്ള പക്വത നമുക്കില്ലാതായതുകൊണ്ടായിരിക്കാം. നമ്മൾ ഇന്നും ചെറിയ ലാഭങ്ങൾക്ക് പിന്നാലെ ഓടുന്നവരാണ്. നക്ഷത്രങ്ങളെ കീഴടക്കുന്നതിന് മുൻപ് സ്വന്തം ഉള്ളിലെ ഭയത്തെയും അത്യാഗ്രഹത്തെയും കീഴടക്കാൻ നമുക്ക് കഴിയണം. ഒന്നെങ്കിൽ പക്വതയുള്ള ഒരു സിവിലൈസേഷനായി നമ്മൾ വളരും, അല്ലെങ്കിൽ പക്വതയില്ലാത്ത ബുദ്ധി ആത്മഹത്യാപരമാണ് എന്ന് നമ്മൾ തെളിയിക്കും. യഥാർത്ഥ ഗ്രേറ്റ് ഫിൽട്ടർ യുദ്ധമോ AI അല്ല. സ്വന്തം അധികാരം തങ്ങൾക്ക് തന്നെ മരണക്കെണിയാകുന്നതിന് മുൻപ് ആ പ്രാകൃത സ്വഭാവങ്ങളെ അതിജീവിക്കാൻ മനുഷ്യന് കഴിയുമോ എന്നത് മാത്രമാണ്. ഇനി ഒരു നിമിഷം നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ ഗോത്ര ചിന്തകൾ എപ്പോഴൊക്കെയാണ് പുറത്തു വരാറുള്ളത്? പെട്ടെന്നുള്ള സുഖത്തിനു വേണ്ടി ഭാവിയെ ബലികഴിക്കുന്ന ആ രീതി നിങ്ങൾ എവിടെയൊക്കെ ആവർത്തിക്കുന്നുണ്ട്? സത്യത്തിന് പകരം ഭയം എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാറുള്ളത്? ഓർക്കുക, ഈ ഗ്രേറ്റ് ഫിൽട്ടർ തുടങ്ങുന്നത് ഗവൺമെന്റുകളിലോ ന്യൂക്ലിയർ ആയുധങ്ങളിലോ ഒന്നുമല്ല, മറിച്ച് വ്യക്തതയേക്കാൾ കൂടുതൽ നിങ്ങൾ സൗകര്യങ്ങളെ സ്നേഹിക്കുമ്പോൾ, സത്യത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഗ്രൂപ്പിനെ വിശ്വസിക്കുമ്പോൾ, പക്വതയേക്കാൾ കൂടുതൽ വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ, ആ ചെറിയ നിമിഷങ്ങളിൽ നിന്നാണ് ഈ ഫിൽട്ടർ ആരംഭിക്കുന്നത്.